ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കേട്ടോടാ ഈ കുട്ടി പറഞ്ഞേ, കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പോലും ആയിട്ടില്ല, താലിമാല ഊരി മാറ്റി അതതിന്റെ വീട്ടിലേക്ക് പോവാണെന്ന്. നീയല്ലേ ജീവിതാവസാനം വരെ ഒരുമിച്ച് ഒരു മനസ്സോടെ ജീവിക്കാമെന്ന വ്യവസ്ഥയില് ദേ ഈ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഞാൻ വന്നിറങ്ങുമ്പോ രാധ കരയായിരുന്നല്ലോ. അതോ, അത് അമ്മയുടെ ഒരു കുഞ്ഞമ്മ മരിച്ചുപോയി. കുഞ്ഞമ്മയോ? അതെവിടെയാ? അതങ്ങ് മാവേലിക്കരയില. 90 വയസ്സായി. അമ്മയ്ക്ക് കുഞ്ഞമ്മയെന്ന് പറഞ്ഞ ജീവനായിരുന്നു. എന്നിട്ട് രാധമ്മ പോകുന്നില്ലേ? അല്ല, പെട്ടെന്ന് എത്തണമെന്നാണെങ്കി നമ്മുടെ കാറിൽ തന്നെ പോവാം, ഡ്രൈവറും ഉണ്ട്. അയ്യോ, അതൊന്നും വേണ്ട. തന്നെയുമല്ല, ശവദാഹം കഴിഞ്ഞിട്ടാ അവര് വിവരം അറിയിച്ചത്. അതാ അമ്മയ്ക്ക് ഇത്രയും സങ്കടം. ഋതുമോളും രാജുവൊക്കെ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. മന്ത്രി കൊച്ചമ്മയ്ക്ക് അങ്ങനെ തന്നെ വേണം. എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ട. സത്യം പറഞ്ഞ അവള് വായ്ക്കു രുചിയുള്ള ആഹാരം ഉണ്ടാക്കി വെച്ചത് കൊണ്ട് എനിക്ക് അവളോട് സ്നേഹം വരേണ്ടതാ. അതും പൂരി മസാല. പൂരി മസാല രാവിലെ പൂരി മസാല കഴിക്കുന്നത് എന്ത് സുഖാണെന്നറിയോ? സുഖമൊക്കെ തന്നെ, പക്ഷേ ഗ്യാസ് കുറ്റിയാണ്. എടാ, അവളെ നമ്മൾ എങ്ങനെ അംഗീകരിക്കും? നമ്മുടെ പല പ്രതീക്ഷകളല്ലേ അവള് തകർത്ത് കളഞ്ഞത്. അത് ശരിയാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കാശ് മാറ്റാന്ന് മാത്രമേ കരുതിയുള്ളൂ. അമ്മ ഒരു പാലസാണ് മോഹിച്ചത്. അത് കിട്ടാതെ വരുമ്പോ ആർക്കായാലും വിഷമം തോന്നും. ആഹാരം കഴിച്ചിട്ട് കാശ് കൊടുക്കാനില്ലാതെ ആ ഹോട്ടലിനകത്തിരുന്ന് വിയർത്തത് ഓർക്കുമ്പം അവളെ എനിക്ക് കൊല്ലാൻ തോന്നുക. ഒരു കോടീശ്വരി. ആ രമ്യയാണെങ്കിൽ കാശും വീടും ഒക്കെ ആയിട്ട് എന്റെ പിറകെ നടക്കുമായിരുന്നു. ഇവൾ ഒറ്റ ഒരുത്തി കാരണം ആ ഭാഗ്യം നമ്മൾ തട്ടിക്കളഞ്ഞില്ലേ? ആ രമ്യെ തിരിച്ചു കൊണ്ടുവരാൻ എന്താ അമ്മയൊരു വഴി? അത് പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല മോനെ. അവള് എവനും തമ്മിൽ ജോയിനായി പോയില്ലേ? പക്ഷേ എന്റെ അമ്മായിയമ്മ ഒരു കാരണവശാലും അവളെ ഇവിടെ വെച്ച് വാഴിക്കൂല. ഇനി രാധമ്മയുടെ കഴിവ് പോലെ ഇരിക്കും രമ്യയുടെ തിരിച്ചു വരവ്. രാധമ്മയുള്ള ഈ കണക്കിന് കൈകാര്യം ചെയ്താൽ എവളിവിടുന്ന് കൂടും കൂടുക എടുത്തോണ്ട് പായി. അമ്മേ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും ഇവളൊരു മന്ത്രിയുടെ മോളല്ലേ. എത്ര നാളായി തള്ളിയുടെ ചീത്ത എങ്ങനെ കേൾക്കാൻ? എടാ, ഞാനും അന്തം വിട്ടു പോവുക. വെള്ളപ്പാറ്റയെ പോലെ പാറിപ്പാറി നടന്ന രാധമ്മയാ ഈ കല്യാണത്തോടെ ആളങ്ങ് മാറിയത്. ചീറ്റുവല്ലേ രാജവെമ്പാലയെ പോലെ. ഇവളിത്തിരി കൂടുതലല്ലേ? ഒരിത്തിരി കൂടുതൽ. ഇവള് നമ്മളെ അന്ധകയായിട്ട് മാറുവോ? അതിനുള്ള ഗേറ്റ്സ് ഒന്നുമില്ല. അല്ല, എന്തായാലും ഈ കുടുംബത്തില് ഇങ്ങനെ അടിക്കടി വഴക്കുണ്ടാകുന്നത് എനിക്കൊരു സന്തോഷം. മനുഷ്യര് തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും അടിപിടി കൂടുന്നതും കാണാന് എന്തൊരു രസം. വല്ലാത്തൊരു ദുഷിച്ച മനസ്സാണല്ലേ അമ്മച്ചി നിങ്ങൾക്ക്. ഈ അലമ്പിനിടയിൽ സഹിയിട്ട് അവളിറങ്ങി പോയാ മതിയായിരുന്നു. അല്ല, എല്ലാരും എവിടെ പോയി? വാ നോക്കാം. വാ. നമ്മള് പറഞ്ഞതുപോലെ ഇവര് കേട്ട് കാണോ? പറഞ്ഞത് കേട്ടെങ്കിൽ കട്ടയും ബോർഡും മടക്കേണ്ടി വരും. എന്താ അമ്മയും മോനും കൂടി ഞങ്ങളെ കണ്ട് അമ്പരന്ന് നിക്കുന്നേ? അല്ല, നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങളിങ്ങനെ പെട്ടെന്ന് കണ്ടപ്പം ഞങ്ങള് രണ്ടും അന്തം വിട്ട കോലം പോലെ ആയിപ്പോയി.
ഇങ്ങനെ ഓർക്കാപ്പുറത്ത് കയറി വരരുത്. ഹൃദയസ്തംഭനം പോവും. അത് കൊള്ളാലോ. ബന്ധുക്കളെ കാണുമ്പോ ഹൃദയസ്തംഭനം ഉണ്ടാവുമോ? അത് അമ്മ വെറുതെ പിച്ചുമ്പയും പറയുന്നതാ. 3 പ്രാവശ്യം കോവിഡ് വന്നതാ. അതിനുശേഷം തലയ്ക്ക് നല്ല സ്ഥിരതയില്ല. റിലേ അങ്ങ് പോയി. മാഡം കരയാതെ മാഡം. മോനെ, നീ പല പ്രാവശ്യം പറയണു കരയരുത് കരയരുതെന്ന്. കരയാതെ എങ്ങനെയിരിക്കും? അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഇവിടെ ഉണ്ടായത്. കരയുമ്പോ ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ ഈ കുഞ്ഞ് കരഞ്ഞു തീർക്കട്ടടാ. അതിനുശേഷം നമുക്ക് അടുത്ത വഴികൾ ആലോചിക്കാം. അമ്മ ഇങ്ങനെ തുടർന്ന ഞങ്ങൾ എന്ത് ചെയ്യും അച്ഛാ? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അടുത്ത വഴികൾ ആലോചിക്കാത്ത. എന്തിനും ഏതിനും ഒരു പരിഹാരം വേണമല്ലോ. ഉണ്ടായില്ലേ പറ്റൂ. എല്ലാ കടമ്പകളും കടന്ന ഇവിടം വരെ എത്തിയത്. അവളിങ്ങനെ മർക്കടമുഷി കാണിച്ച അതിനുള്ള പരിഹാരവും നമുക്ക് കണ്ടെത്തണം. ഇതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. രാധമ്മ രാജുവിന്റെ അമ്മയാ. അമ്മയെ വെറുപ്പിച്ചുകൊണ്ട് എനിക്ക് രാജുവിനോടൊത്തൊരു ജീവിതം വേണ്ട. മാഡം മാഡം എന്തായി പറഞ്ഞു വരുന്നേ? ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ പൊയ്ക്കോളാം. കേട്ടോടാ ഈ കുട്ടി പറഞ്ഞേ? കല്യാണം കഴിച്ചിട്ട് ദിവസങ്ങൾ പോലും ആയിട്ടില്ല. താലിമാല മാറ്റി അതതിന്റെ വീട്ടിലേക്ക് പോവാണെന്ന്. നീയല്ലേ ജീവിതാവസാനം വരെ ഒരുമിച്ച് ഒരു മനസ്സോടെ ജീവിക്കാമെന്ന വ്യവസ്ഥയില് ദേ ഈ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. നിനക്കിതിന് മറുപടി ഒന്നും പറയാനില്ലേ? എന്റെ മറുപടി അല്പം മുമ്പ് ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ. കല്യാണം കഴിച്ച പെണ്ണിനെ ഞാൻ ഒരു കാലത്തും ഉപേക്ഷിക്കില്ല. പ്രത്യേകിച്ചും ഋതിക മരത്ത്. ഋതിക മഠത്തിന്റെ സ്ഥാനം എന്റെ മനസ്സിലാ ഉള്ളത്. അത് ഭാര്യയായിട്ട് മാത്രം ഉള്ളതല്ല. അങ്ങനെ ആണുങ്ങളെ പോലെ നട്ടല് നിവർത്തി കാര്യം പറയടാ. ഇപ്പൊ നീ എന്റെ മകനായതില് ഞാൻ അഭിമാനിക്ക. അമ്മായിയമ്മ എതിരിൽ നിന്നൊന്നും പറഞ്ഞ് ഇന്നേ വരെ കല്യാണം കഴിച്ചവരൊന്നും ഭാര്യയെ ഉപേക്ഷിച്ചിട്ടില്ല. ഉപേക്ഷിച്ചവരുണ്ടെങ്കിൽ അവരൊക്കെ ഭാര്യ വീട്ടുമൃഗമായി കണ്ടവരായിരിക്കും. എന്റെ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവളെ മക്കളുടെ മുന്നിൽ പോലും കുറ്റം പറയുന്നത് എനിക്കിഷ്ടായിരുന്നില്ല. പക്ഷേ അവൾ മക്കളായി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ശത്രുവായി മാറുമ്പോ വേദനിക്കുന്നത് എന്റെ മനസ്സാ. കാരണം എനിക്ക് അവളെന്റെ ജീവനാ.